പിണറായി വിജയൻ ഒരിക്കലും പറയാൻ പാടില്ലാത്തത് തന്നെയാണ് നിയമസഭാ സമ്മേളനത്തിന് ശേഷം നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ CPIയുടെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചുള്ള ചോദ്യത്തിൽ പറഞ്ഞതെന്ന് പറയാതെ വയ്യ. അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ, ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. പ്രതിപക്ഷ നേതാവിനെ ചർച്ച തീരുമാനിക്കുമ്പോ മുന്നണിയിൽ ചർച്ച ചെയ്തോ? അതുപോലെ തന്നെ പ്രതിപക്ഷ ഉപനേതാവ് അടഞ്ഞ അധ്യായമാണെന്ന് പറഞ്ഞ് CPM രാഷ്ട്രീയ മര്യാദ മറന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് പറയുന്നതെല്ലാം, പിണറായി പറയുന്നതെല്ലാം ശരിയാവുന്നത് എങ്ങനെയാണ്? സഖാക്കളെ, നമ്മളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരാൾ 10 വർഷം പാർട്ടി ഫേസ് ആയി നിൽക്കുക, ശൈലജ ടീച്ചറോട് മാറി നിൽക്കാൻ പറയുക മന്ത്രിസഭയിൽ നിന്ന്, ശൈലജ ടീച്ചറിനോട് മട്ടന്നൂരിൽ മത്സരിക്കാതെ മാറി ഇവിടെ പേരാവൂര് മത്സരിക്കാൻ പറയുക, ഗോവിന്ദൻ മാഷിന്റെ സഹധർമ്മിണിക്ക് സ്വീറ്റ് കൊടുക്കുക, G. സുധാകരനും TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും ഈ പാർട്ടി വിട്ടുപോകുമ്പോൾ അതിനെതിരെ കൃത്യമായ നിലപാട് പറയാതിരിക്കുക. ഇങ്ങനെ എത്ര കാര്യങ്ങളാണ് പിണറായി ഗോവിന്ദൻ അച്യുതണ്ടിൽ കിടന്ന് ചോദ്യമുനയിൽ വന്നത്. അന്ന് മുഴുവനും ഈ പാർട്ടി സഖാക്കൾ ഒരു എതിര് പോലും പറയാതെ പിണറായിയെ വിശ്വസിച്ചിട്ടുണ്ട്, പിണറായിയെ അംഗീകരിച്ചിട്ടുണ്ട്. ഈ ലോക ചരിത്രത്തിൽ ഇതുപോലെ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു പാർട്ടിയിൽ നിന്ന് വിമർശനങ്ങൾ ഏൽക്കാത്ത ഒരു രാഷ്ട്രീയ നേതാവ് ആരാ ഉള്ളത്? പിണറായിയെ പോലെ. എന്നിട്ട് വീണ്ടും ഈ തോൽവി മുഴുവനും ഉണ്ടായതിനു ശേഷവും താൻ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞു നിൽക്കുമ്പോ പിണറായി വിജയൻ ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അടഞ്ഞ അധ്യായമാണെന്ന് പറയുമ്പോ CPI ഇനിയും രാഷ്ട്രീയ മര്യാദ നിങ്ങളോട് കാണിക്കണം, CPIM-നോട് കാണിക്കണം എന്ന് പറയുന്നതിന്റെ ഉള്ളിലെ ചേതോവികാരം എന്താണ്? നിങ്ങൾക്ക് മാത്രം എങ്ങനെയാണ് തെറ്റിപ്പോകാതിരിക്കുക? നിങ്ങൾ മാത്രം എങ്ങനെയാണ് വിമർശനങ്ങൾക്ക് അതീതനായി ജീവിക്കുക? ഒരു കാരണവശാലും അത് നടക്കില്ല. CPI എന്തുകൊണ്ടും ഉപപ്രതിപക്ഷ നേതൃസ്ഥാനം അർഹിക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെ, നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾക്കെതിരെ ആ പാർട്ടി ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. കൃത്യമായി രാഷ്ട്രീയ മര്യാദകൾ എന്നും കാത്തു പാലിച്ചുകൊണ്ട് തന്നെയാണ് CPI, CPM, LDF-ൽ CPI തുടരുന്നത്. നോക്കൂ, നിങ്ങൾ എത്ര ഉദാഹരണങ്ങളുണ്ട്. നിങ്ങൾക്ക് തെറ്റുപറ്റിയ എത്ര സമയങ്ങളിൽ പിന്നീട് പോലും ഞങ്ങൾ പറഞ്ഞതാണ് അവിടെ CPM-ന് തെറ്റി എന്ന നിലപാട് പറയാതെ സൈലന്റായി നിന്ന CPI രാഷ്ട്രീയ നിലപാടുകൾ എത്രയുണ്ട് ഈ രാഷ്ട്രീയ കേരളത്തിൽ ചർച്ച ചെയ്യാൻ? നിങ്ങൾ ഈ വന്നിരുന്നു പറഞ്ഞത് മുഴുവനും അബദ്ധമാണെന്നുള്ളതാണ്. CPIയുടെ തട്ട് താണിരിക്കുന്നു അവിടെ, ഒരു സംശയവും വേണ്ട. എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് മാത്രം ശരിയാവുക? ഇനിയും നിങ്ങളെ കാത്ത്, നിങ്ങളെ സൂക്ഷിച്ച്, നിങ്ങളെ കരുതി ഈ പാർട്ടി എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം? നിങ്ങൾക്കും മാറ്റം ആവശ്യമാണ്. നിങ്ങളും മാറി നിൽക്കലിലേക്ക് പോകേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ പറയുന്നത് മാത്രം ശരിയാണെന്നുള്ള നിങ്ങളുടെ കാർക്കശ്യ ബുദ്ധി ഇനി CPIM-ൽ വെച്ചു പുലർത്തി മുന്നോട്ട് പോകാനാവില്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ.